എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ പരിസര പഠനത്തിലെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള ഹരിതഭൂമിയാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഹരിതഭൂമി എന്ന് പറഞ്ഞാൽ? ഹരിതം എന്ന് പറഞ്ഞാൽ പച്ചയാണല്ലേ? പച്ച നിറത്തിലുള്ള ഭൂമി. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പച്ച നിറമാവാൻ വേണ്ടത് എന്നുള്ള കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാട് ഒരുപാട് എന്തുണ്ട്, മരങ്ങളും കുറ്റിച്ചെടികളും എല്ലാം ഉണ്ടല്ലേ? അവരെ ഏതൊക്കെ തരം മരങ്ങളും ചെടികളൊക്കെയാണ് നമ്മുടെ ചുറ്റുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഹരിതഭൂമി അല്ലേ എന്നെഴുതിയിട്ട് താഴെ എന്താണ്, തൊട്ടുവാ പൈങ്കിളിയെ. ഇവിടെ ഒരു കളിയാണല്ലേ. ഇതെന്താണ് പറയുന്നത് നമുക്ക് വായിച്ചു നോക്കാം. തെയ്യക്കം 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 താര, മാമരം തൊട്ടുവാ പൈങ്കിളിയെ, കിളി തൊട്ട മരമേത്, മരമതിൻ പേരെന്ത്, വലുതെന്നോ ചെറുതെന്നോ പറയാമോ? തെയ്യക്കം 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 താരോ, പൂവൊന്നു തൊട്ടുവാ പൈങ്കിളിയെ, കിളി തൊട്ട പൂവേത്, പൂവിൻ്റെ പേരെന്ത്, പൂവതിൻ നിറമെന്ത് പറയാമോ? തെയ്യക്കം 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 താര, ഇലയൊന്നു തൊട്ടുവ പൈങ്കിളിയെ, കിളി തൊട്ട ഇലയേത്, ഇലയതിൻ പേരെന്ത്, ഇലയന്നാകൃതി പറയാമോ? ഇതാണല്ലേ. ഇതൊരു പാട്ട് പാടി കളിക്കുന്ന കളിയാണല്ലേ. അതിൽ നമ്മൾ കളിക്കുമ്പോൾ പാടുന്ന ഒരു പാട്ടാണ്. പാട്ട് പാടി കളിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ? ഈ കളി നമുക്കും കളിച്ചാലോ? കളിച്ചപ്പോൾ ഏതെല്ലാം സസ്യങ്ങളെ തൊടാൻ അവസരം ലഭിച്ചു? ഇതുപോലെ ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾക്കറിയാം? എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുക. നമ്മളിവിടെ ഇലയേത്, മരമേത്, പൂവേത് എന്നുള്ള പാട്ടുകളൊക്കെ പാടിയിട്ടാണ് കളിച്ചല്ലേ. അപ്പോൾ നിങ്ങൾ അതിൽ പറഞ്ഞ സസ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതി ചേർക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഏതെല്ലാം ഭാഗങ്ങൾ? സൈറ ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. ചിത്രത്തിൽ ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചു ചേർക്കാനുണ്ട്? ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ ഏതെന്ന് എഴുതി ചേർക്കൂ. ഇവിടെ എന്താണ്? മരത്തിൻ്റെ ഒരു ഭാഗം അല്ലേ, തണ്ടാണ് തന്നിട്ടുള്ളത് അല്ലേ. എന്നിട്ട് അവിടെ എന്താ എഴുതി തന്നിട്ടുള്ളത്? വേര് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? നിങ്ങൾക്കറിയാമല്ലേ ഒരു സസ്യത്തിന് ഏതൊക്കെ ഭാഗങ്ങളാണ് ഒരു ചെടിക്കുള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പറയൂ എല്ലാവരും. ഇലയുണ്ട്, പിന്നെ അതുപോലെ എന്താണ്, പൂവുണ്ട് അല്ലേ. ഇനി അതുപോലെ ഇവിടെ താഴെ ഇതാക്കണം, ഇവിടെ സൈഡിലൊരു ബോക്സിൽ എന്താ എഴുതി കൊടുത്തിട്ടുള്ളത്? സസ്യഭാഗങ്ങളുടെ മറ്റു പേരുകൾ പരിചയപ്പെടാം. അപ്പൊ നമ്മളിവിടെ വേര്, ഇല, പൂ പഠിച്ചു അല്ലേ. അതിനൊക്കെ വേറെയും പേരുകളുണ്ട്. അത് വേറെ പേരിലും അറിയപ്പെടും. അത് ഏതൊക്കെയാണ്? തണ്ടിനെ കാണ്ഡം എന്ന പേരിലും, ഇലയെ പത്രം എന്ന പേരിലും, വേര് മൂലം എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വേരിൻ്റെയും ഇലയുടെയും തണ്ടിൻ്റെയും മറ്റു പേരുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇനി എന്താണ് അടുത്തത്? തരം തിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉള്ളത്? നമ്മൾ ഒരുപാട് സസ്യങ്ങൾ കാണുന്നുണ്ട്. അവയ്ക്ക് ഒരുപോലെയാണോ? അല്ല അല്ലേ. എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളത്? വലിപ്പത്തിലുണ്ട്, പിന്നെയോ ഇല അല്ലേ. ഓരോ മരത്തിനും സസ്യങ്ങൾക്കൊക്കെ എന്താണ്, വ്യത്യസ്ത തരം ഇലകളാണ് അല്ലേ. നീളത്തിലും വട്ടത്തിലും പിന്നെ പല ആകൃതികളിലൊക്കെ ആയിട്ട് അല്ലേ. നല്ല ഭംഗിയുള്ള ഇലകൾ ഉണ്ടാവാറുണ്ട് അല്ലേ. പിന്നെയോ അത് നിലനിൽക്കുന്ന കാലം അല്ലേ. അതായത് നമ്മൾ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് മാസങ്ങളോളം നിന്നിട്ട് പിന്നെ അത് നശിച്ചു പോകും. അതുപോലെ വർഷങ്ങൾ നിന്നിട്ട് നശിച്ചു പോകുന്നതുണ്ട്. അങ്ങനെ ഒരു മാസങ്ങൾ, ദിവസങ്ങൾ അങ്ങനെയൊക്കെ നിന്ന് നശിച്ചു പോകുന്ന സസ്യങ്ങളുണ്ട്. അപ്പം എന്താണ്, അത് നിലനിൽക്കുന്ന കാലം അല്ലേ. നമ്മൾ ഏതൊക്കെ പരിചയപ്പെട്ടു? വലിപ്പം, ഇല, നിലനിൽക്കുന്ന കാലം. അതുപോലെ പൂക്കളിലെ ഓരോ മരങ്ങൾക്കും, എല്ലാ മരങ്ങളും പൂക്കില്ല, എന്നാലും ഉള്ള പൂവുകളുള്ള ഓരോ മരങ്ങളും എന്താണ്, ഓരോ മരത്തിനും വ്യത്യസ്ത, അല്ലെങ്കിൽ ഓരോ സസ്യങ്ങൾക്കും വ്യത്യസ്ത തരം പൂക്കളാണ് ഉണ്ടാവുക അല്ലേ. എല്ലാ മരങ്ങളും അല്ലെങ്കിൽ എല്ലാ സസ്യങ്ങളും പൂക്കില്ല, എന്നാൽ പോലും പൂക്കളുള്ള സസ്യങ്ങളുടെയൊക്കെ പൂക്കൾ എന്താണ്, വ്യത്യസ്ത തരമാണ് അല്ലേ. ഉദാഹരണത്തിന് എന്താ പറയുക? നമ്മൾ ചെമ്പരത്തി പൂവ് പോലെയാണോ റോസിൻ്റെ പൂവ്? അല്ലല്ലോ. അതുപോലെയാണോ നമ്മുടെ കണിക്കൊന്നയുടെ പൂവ്, പപ്പായയുടെ പൂവ്? ഇതൊക്കെ എന്താണ്, വ്യത്യസ്ത തരമാണ് അല്ലേ. മനസ്സിലായില്ലേ? നെക്സ്റ്റ് എന്താ നോക്കൂ. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. എന്തിൻ്റെയൊക്കെയാണ് കണ്ടില്ലേ? ഇനി എന്താണ് ഇവിടെ താഴെ പറയുന്നത്? എന്താണ്? ചിത്രത്തിൽ ഏതെല്ലാം സസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്?
ഇവയുടെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? എന്താണ് ഇവിടെ നമ്മൾ ഏതൊക്കെയാണ് പൂക്കൾ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ സസ്യങ്ങൾ തന്നിട്ടുള്ളത്? ചെത്തിയുണ്ട്, ചെമ്പരത്തിയുണ്ട്, പിന്നെ ചീര, ആൽമരം, തൊട്ടാവാടി, മാവ്, റോസ്, തെങ്ങ്, നെല്ല്. ഇത്രയും സസ്യങ്ങളുടെ ചിത്രമാണ് മുകളിൽ തന്നിട്ടുള്ളത് അല്ലേ. ഇനി ഇവയുടെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ എന്താണ് നല്ല കാഠിന്യമുള്ള അല്ലേ, നല്ല ഉറപ്പുള്ള തെങ്ങിൻ്റെയും മാവിൻ്റെയൊക്കെ ആൽമരത്തിൻ്റെയൊക്കെ തണ്ട് എന്താണ് നല്ല തടി നല്ല കട്ടി ഉണ്ടാവും അല്ലേ, കാഠിന്യമുള്ളതാണ്. പിന്നെയോ തൊട്ടാവാടിയുടേതും ചീരയുടെ ഒക്കെ എന്താണ് പെട്ടെന്ന് നമ്മളൊന്ന് ചവിട്ടിയാലോ തൊട്ടാലോ ഒക്കെ എന്തെന്ന് പൊട്ടിപ്പോകുന്ന തരത്തിലുള്ളതാണ് അല്ലേ, മൃദുവായിട്ടുള്ളതാണ് അല്ലേ. പിന്നെയോ ചെമ്പരത്തിയും ചെത്തിയൊക്കെ എന്താണ് കുറച്ച് ഒരു അത്യാവശ്യം ഉറപ്പുള്ള ടൈപ്പാണ് അല്ലേ. വലുപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? ഇവ എത്ര കാലം നിലനിൽക്കുന്നു? ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് തെങ്ങും മാവൊക്കെ നല്ല ഉയരത്തിൽ പൊക്കത്തിലുള്ളതാണ് അല്ലേ. തൊട്ടാവാടിയൊക്കെ എന്താണ് ചീരയൊക്കെ ചെറിയ ചെറിയ സസ്യങ്ങളാണ്. എന്താണ് ഇതെല്ലാം എന്താണ് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ. ഇതൊക്കെ നിങ്ങളെന്താണ് നിരീക്ഷിച്ചിട്ട് നിങ്ങളുടെ പട്ടികയിൽ ടിക്ക് ചെയ്ത് ചേർക്കാനാണ് പറയുന്നത്. ഇനി എന്താണ് അടുത്തത്? സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കുക. നിങ്ങളുടെ സ്കൂളിൽ ജൈവ വൈവിധ്യ ഉദ്യാനം ഉണ്ടായിരിക്കും അല്ലേ. അതിൽ ഒരുപാട് സസ്യങ്ങളുണ്ടാവും. അതൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചിട്ട് ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, അത് പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഇനി എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് നോക്കാം. സസ്യം തന്നിട്ടുണ്ട്, തണ്ട്, വലുപ്പം, നിലനിൽക്കുന്ന കാലം. ഈ മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പട്ടിക പൂർത്തീകരിക്കേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ചീര. ചീര എന്താണ്? തണ്ട് എന്താണ്? മൃദുവായതാണ് അല്ലേ. വലിപ്പം ചെറുത്. നിലനിൽക്കുന്ന കാലം മാസങ്ങൾ. മാസങ്ങളാണ് ചീര നിലനിൽക്കുന്നത്. ഇനി ചെമ്പരത്തി കാഠിന്യമുള്ള തണ്ട്, ഇടത്തരം, വലുപ്പം, പിന്നെയോ വർഷങ്ങൾ നിലനിൽക്കുന്നു അല്ലേ. ഇനി മാവ് തണ്ട് വളരെ കാഠിന്യമുള്ളത്, വലുപ്പം വലുത്, പിന്നെ നിലനിൽക്കുന്ന കാലം എന്താണ്? വളരെ അധികം വർഷങ്ങൾ എന്താണ് മാവ് നിലനിൽക്കുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാ കൊടുക്കാം? റോസ്. റോസ് എന്താണ്? കാഠിന്യമുള്ളതാണല്ലേ തണ്ട്, പിന്നെയോ വലിപ്പം ഇടത്തരം, നിലനിൽക്കുന്ന കാലങ്ങൾ എന്താണ്? വർഷങ്ങൾ, 1-2 വർഷങ്ങളൊക്കെ എന്താണ് റോസ് നിലനിൽക്കും. ഇനി അടുത്തത് പേരയ്ക്ക. പേരയ്ക്ക എങ്ങനെയാണ്? കാഠിന്യമുള്ളതാണ്, പിന്നെയോ ഇടത്തരം വലിപ്പം, പിന്നെയോ വർഷങ്ങൾ നിലനിൽക്കുന്നു. ഇനി പ്ലാവ്. പ്ലാവ് എന്താണ്? വളരെ കാഠിന്യമുള്ളതാണ് തണ്ട്, വലിപ്പം എന്താണ്? വലുത്, പിന്നെയോ നിലനിൽക്കുന്ന കാലം വളരെ അധികം വർഷങ്ങൾ അല്ലേ. ഇനി പപ്പായ. പപ്പായ എന്താണ്? മൃദുവായത്, പിന്നെയോ വലിപ്പം ഇടത്തരം, നിലനിൽക്കുന്ന കാലം വർഷങ്ങൾ അല്ലേ. 1-2 വർഷമൊക്കെ എന്താണ് പപ്പായ മരം നിലനിൽക്കും. ഇനി തെങ്ങ്. തെങ്ങ് എന്താണ്? വളരെ കാഠിന്യമുള്ളതാണ് തണ്ട് അല്ലേ, പിന്നെ വലിപ്പം വലുതാണ്, നിലനിൽക്കുന്ന കാലങ്ങൾ വളരെ അധികം വർഷങ്ങൾ നിലനിൽക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെയാണോ ജൈവ വൈവിധ്യോദ്യാനത്തിലുള്ള സസ്യങ്ങളെന്ന് നിരീക്ഷിച്ചിട്ട് അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കണം. ഓക്കെ. പട്ടികയിൽ നിന്ന് എന്തെല്ലാം മനസ്സിലായി? നമ്മൾ എന്താണ് ഓരോ സസ്യങ്ങളും വ്യത്യസ്ത തരാണല്ലേ. തണ്ട്, വലിപ്പം, നിലനിൽക്കുന്ന കാലം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അനുസരിച്ച് ഓരോ സസ്യങ്ങളും വ്യത്യസ്തമാണ്. സവിശേഷതകൾക്കനുസരിച്ച് സസ്യങ്ങളെ തരംതിരിച്ചിരിക്കുന്നതിനെ പറ്റി ചീരയും മാവും ചെമ്പരത്തിയും പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ ചീരയും ചെമ്പരത്തിയും മാവും എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ചീര എന്താ പറയുന്നത്? എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഓഷധികൾ എന്നാണ് വിളിക്കുക. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. ഓഷധിയാണല്ലേ ചീര. ചീര എന്താ പറയുന്നത്? ഞങ്ങളുടെ പ്രത്യേകതകൾ ഇവിടെ താഴെ എഴുതാനാണ് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? തണ്ട് മൃദുവാണ്, പിന്നെന്താണ്? ആഴത്തിൽ വേരോട്ടമില്ല. പിന്നെ നമുക്ക് എഴുതി കൊടുക്കാം? ചെറുതാണ് അല്ലേ, വലിപ്പം ചെറുതാണ്. പിന്നെയോ മാവ് എന്താ പറയുന്നത്? വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ, ഞങ്ങളാണ് മരങ്ങൾ. ഞങ്ങളുടെ പ്രത്യേകതകൾ കൂടി എഴുതൂ. എന്താണ്? മരങ്ങളില്ലേ വളരെ ഉയരത്തിലാണല്ലേ, നല്ല പൊക്കം ഉണ്ടാവൂലേ. അവയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് മരങ്ങൾ. എന്താണ് അവിടെ താഴെ തന്നിട്ടുള്ള പ്രത്യേകതകൾ? എന്താണ്? വളരെ കാഠിന്യമുള്ള തണ്ട്, പിന്നെയോ വളരെയധികം വർഷം നിലനിൽക്കുന്നു.
ഇനി അടുത്തത് എന്താണ്? ചെമ്പരത്തിയാണ് അല്ലേ. ചെമ്പരത്തി എന്താ എഴുതി കൊടുക്കാം? നമുക്ക് എന്താ ഇവിടെ തന്നിട്ടുള്ളത് നോക്കാം. തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും ഞങ്ങളും ചെറിയ ചെടികളാണേ. ഞങ്ങളെ കുറ്റിച്ചെടികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. ഇതിൻ്റെ തണ്ട് കുറച്ച് കട്ടിയുണ്ടെങ്കിലും അവ എന്താണ്? കുറ്റിച്ചെടികളാണ്. ഇവയെ ചെമ്പരത്തിയെ നമ്മൾ കുറ്റിച്ചെടിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അതിൻ്റെ പ്രത്യേകത എന്താണ്? കട്ടിയുള്ള തണ്ട്, പിന്നെന്താണ്? വർഷങ്ങൾ നിലനിൽക്കുന്നു അല്ലേ. അതുപോലെ എന്താണ്? ഇടത്തരം വലിപ്പം എന്നൊക്കെ നമുക്ക് കൊടുക്കാം അല്ലേ. ഇനി എന്താണ്? ചീര, ചെമ്പരത്തി, മാവ് എന്നിവയുടെ കൂട്ടത്തിൽപ്പെട്ടവർ ആരെല്ലാമായിരിക്കും? പട്ടിക പൂർത്തിയാക്കുക. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഓഷധികൾ, അതുപോലെ മരങ്ങൾ, കുറ്റിച്ചെടികൾ അല്ലേ. എന്തായാലും അതൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ അതിലുൾപ്പെടുന്ന മറ്റ് സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനായിട്ട് ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഓഷധികളിൽ ഏതൊക്കെ വരുന്നുണ്ട്? ചീര നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെയോ തുമ്പ, തക്കാളി, വാഴ, മഷിത്തണ്ട്, നെല്ല്, മുക്കുറ്റി എന്നിവ എന്താണ്? ഓഷധികളിൽ ഉൾപ്പെടുന്ന സസ്യങ്ങളാണ്. നമുക്ക് കുറ്റിച്ചെടികൾ നോക്കാം. എന്താ ഇവിടെ തന്നിട്ടുള്ളത്? ചെമ്പരത്തി നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ പിന്നെ എന്തൊക്കെയാണ്? റോസ്, തെച്ചി, പിന്നെ മുല്ല, തേയില, നാരങ്ങ തുടങ്ങിയവ എന്താണ്? കുറ്റിച്ചെടികളിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി മരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരുപാട് മരങ്ങളെ പേരറിയാം. ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? മാവ് അല്ലേ. ഇനിയോ പ്ലാവ്, ആൽമരം, തേക്ക്, പുളിമരം, റബ്ബർ, തെങ്ങ് എന്നിവ എന്താണ്? മരങ്ങളാണ് അല്ലേ. ഇവർ നല്ല പൊക്കത്തിലാണ് വളരുന്നത്, പിന്നെ ഒരുപാട് കാലം നിലനിൽക്കൂലേ. കുറ്റിച്ചെടികൾ എന്താണ്? കാഠിന്യമുള്ള തണ്ടാണെങ്കിലും കുറച്ച് വർഷങ്ങൾ നിലനിൽക്കും. അധികം ഉയരമൊന്നും ഇല്ലാത്തതിനെയാണ് നമ്മൾ കുറ്റിച്ചെടികൾ എന്ന് പറയുന്നത്. പിന്നെ ഓഷധികളോ മൃദുവായ തണ്ടായിരിക്കും, അധികം ഉയരം ഉണ്ടാവില്ല, കുറച്ച് കാലം നിലനിൽക്കുന്നവയ്ക്കാണ് നമ്മൾ ഓഷധികൾ എന്ന് പറയുന്നത്. നമ്മൾ ഓഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിവ എന്താണെന്ന് മനസ്സിലാക്കിയല്ലേ. ഇനി ഇവിടെ അടുത്ത വർക്ക് എന്തായിരുന്നു? ചേർത്ത് വരയ്ക്കൂ. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ എന്താണ്? കുറ്റിച്ചെടികൾ, സസ്യങ്ങളുടെ ചിത്രങ്ങളാണല്ലേ. കുറ്റിച്ചെടികൾ, ഓഷധികൾ, മരങ്ങൾ എന്ന് തന്നിട്ടുണ്ട്. അതിൽ യോജിച്ചതിനെ ചേർത്ത് വരയ്ക്കാനാണ് പറയുന്നത്. ഇതിൽ കുറ്റിച്ചെടികളിൽ ഏതൊക്കെ ഉൾപ്പെടും? റോസ്, എന്തൊക്കെയാണ്? ചെത്തി അല്ലേ. റോസും ചെത്തിയൊക്കെ എന്തിലാണ് വരുന്നത്? കുറ്റിച്ചെടികളിലാണല്ലേ. ഇനി ഓഷധികൾ ഏതൊക്കെയാണ്? ചീര, മുക്കുറ്റി, നെല്ല് എന്നിവ എന്താണ്? ഓഷധികളാണ്. ഇനി ഇവിടെ മരങ്ങൾ ഏതാണുള്ളത്? എല്ലാവരും പറയൂ. തെങ്ങ്, അതുപോലെ ആൽമരം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വള്ളിച്ചെടികളാണ്. ഇവിടെ എന്തിൻ്റെ? മത്തൻ്റെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ. മത്തെന്ന് പറയുന്ന സസ്യൻ്റെ ഒരു ചെടിയുടെ ചിത്രം തന്നിട്ടുണ്ടല്ലേ. എന്താ അവിടെ പറയുന്നത്? കൂട്ടുകാരെ, ഞങ്ങൾ വള്ളിച്ചെടികൾ, ഞങ്ങളും ഇവിടെയുണ്ട്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഓഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ പഠിച്ചില്ലേ. ഇനി അതുപോലെയുള്ള മറ്റൊരു സസ്യം കൂടെയാണ് നമ്മുടെ ഭൂമിയിലുള്ള മറ്റൊരു സസ്യമാണ് എന്ത്? വള്ളിച്ചെടികളിലെ. എന്തെല്ലാമാണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? എഴുതി നോക്കൂ. വള്ളിച്ചെടികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വള്ളികളായി പടരുന്നു, പിന്നെയോ നിവർന്ന് നിൽക്കാൻ കഴിയില്ല, പിന്നെ അവർ നിവർന്ന് നിൽക്കാൻ കഴിയില്ല, അവരുടെ തണ്ട് വളരെയധികം മൃദുവാണ്, അതുകൊണ്ടാണ് അവർക്ക് എന്താണ് നേരെ ഇങ്ങനെ നിൽക്കാൻ പറ്റാത്തത്. അവരെ തണ്ട് വളരെയധികം മൃദുവായതുകൊണ്ടാണ്, കട്ടിയില്ലാത്തത് കൊണ്ടാണ് അവർക്ക് താങ്ങി നിർത്തി അതിൻ്റെ വള്ളികൾ താങ്ങി അല്ലേ മറ്റുള്ള മരത്തിൽ പറ്റിപ്പിടിച്ച് വളരുകയാണെന്നല്ലേ. അപ്പോൾ വള്ളിച്ചെടികളുടെ പ്രത്യേകതയിൽ പറ്റിപ്പിടിച്ച് വളരുന്ന രീതി, പിന്നെ അവയ്ക്ക് പെട്ടെന്ന് വളർച്ച ഉണ്ടാവില്ലേ, അവർ പെട്ടെന്ന് വളരും. അവയുടെ തണ്ടിന് ബലം കുറവായതിനാലാണ് ഇവയ്ക്ക് നേരെ നിൽക്കാൻ കഴിയാത്തത്. അവരുടെ ഈ ഒരു മത്തൻ്റെയൊക്കെ കണ്ടില്ലേ, അവരുടെ ഒരു വള്ളി പോലെയുള്ള സാധനം മറ്റുള്ള മരങ്ങളിൽ ഇങ്ങനെ പിടിച്ചാണ് അവർ കയറി പോകുന്നത്. അങ്ങനെ പോകുന്നത് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയോ? അങ്ങനത്തെ സസ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പരിസരം നിരീക്ഷിച്ച് വള്ളിച്ചെടികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. എങ്ങനെ എഴുതാം? മുല്ല, മുന്തിരി, പാഷൻ ഫ്രൂട്ട്, കോവല്, പയറ്, കുരുമുളക്, മത്തൻ, കുമ്പളം, പാവൽ, ശംഖുപുഷ്പം എന്നിവയൊക്കെ എന്താണ്? വള്ളിച്ചെടികളാണല്ലേ. ഇനി എന്താ അവിടെ താഴെ തന്നിട്ടുള്ളത്? വള്ളിച്ചെടികൾ 2 തരമുണ്ട്. നിലത്ത് പടർന്നു വളരുന്നവയും
താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവയും അല്ലേ? രണ്ട് തരമുണ്ട്. നമ്മുടെ മത്തനും കുമ്പളമൊക്കെ വെള്ളരിയൊക്കെ എന്താണ് നിലത്തിലൂടെയൊക്കെ പടർന്നു പോവില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൃഷി ചെയ്യുമ്പോഴൊക്കെ. അതുപോലെ മരത്തിലേക്ക് പടർന്ന് മുല്ലയുടെ വള്ളിയൊക്കെ കണ്ടില്ലേ? മറ്റുള്ള മരങ്ങളിൽ പടർന്ന് കയറിയിട്ടാണല്ലേ മുല്ലയൊക്കെ വളരുന്നത്. അപ്പോൾ വള്ളിച്ചെടികൾ രണ്ട് തരമുണ്ട്. എങ്ങനെയായിരുന്നു? നിലത്ത് പടർന്ന് വളരുന്നവയും അതുപോലെ പറ്റിപ്പിടിച്ച് മുകളിലേക്ക് വളരുന്നവയും. ഇനി അടുത്തത് എന്താണ്? സസ്യങ്ങൾ ജലത്തിലും. ജലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സസ്യങ്ങൾ വളരുന്നുണ്ട് അല്ലേ? ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ജലസസ്യങ്ങൾ. എന്താണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? എഴുതി നോക്കൂ. കൂടുതൽ ജലസസ്യങ്ങൾ കണ്ടെത്തി എഴുതൂ. എന്താണ് ജലസസ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിൽ വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ ജലസസ്യങ്ങൾ എന്ന് പറയുന്നതിലേ. അതിൽ എന്താണ് അവരുടെ പ്രത്യേകതകൾ? അവയുടെ എന്താണ് ഇലകൾ വലുതായിരിക്കില്ലേ? വലിയ ഇലകളായിരിക്കും. പിന്നെയോ ഇലകൾക്കൊരു മെഴുകിനെ പോലുള്ളൊരു ആവരണം ഉണ്ടായിരിക്കും. വെള്ളം ആയാലും പെട്ടെന്ന് ചീഞ്ഞൊന്നും പോവില്ല അല്ലേ? വെള്ളത്തിൽ ഇവരിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇല പെട്ടെന്ന് കേടായി പോവാതിരിക്കാൻ ഇലയ്ക്കൊരു മെഴുകിൻ്റെ പോലുള്ളൊരു ആവരണം ഉണ്ടായിരിക്കും. എന്താണ് ഇതുപോലുള്ള ജലസസ്യങ്ങൾ ഇവിടെ തന്നിട്ടുള്ളത്? അമ്പൽ, അസോള, അതുപോലെ താമരയൊക്കെ തന്നിട്ടുണ്ടല്ലേ. വേറെ ഏതൊക്കെയുണ്ട്? പായലുണ്ടല്ലേ? കുളത്തിലും തോട്ടിലും പുഴയിലൊക്കെ എന്തുണ്ട്? നമ്മൾ പായൽ കാണാറില്ലേ? പിന്നെയോ നീർവാഴ, കുളവാഴ, ഇതൊക്കെ എന്താണ്? ജലത്തിൽ വളരുന്ന മറ്റു സസ്യങ്ങളാണ്. അടുത്തത് എന്താണ്? വിത്തിനുള്ളിലെ ജീവൻ. ഹായ് വെളിച്ചം, ഞാൻ മണ്ണിന് മുകളിലെത്തി. വിത്ത് മുളച്ച് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്കും വിത്ത് മുളപ്പിക്കാം. ഇതിവിടെ ഒരു വിത്ത് മുളച്ച് വരുന്നതാണല്ലേ. അപ്പം അതെന്താ പറഞ്ഞത്? ഹായ് വെളിച്ചം, ഞാൻ മണ്ണിന് മുകളിലെത്തി അല്ലേ? വിത്ത് മുളച്ച് തൈയായി മാറിയില്ലേ? സുതാര്യമായ ഒരു ഗ്ലാസ്സിൽ മണൽ നിറയ്ക്കുക. എന്താണ്? സുതാര്യമായ ഗ്ലാസ് എടുത്തിട്ട് അതിൽ മണൽ നിറയ്ക്കുക. 3-4 പയർ വിത്തുകൾ മണലിൽ അല്പം താഴ്ത്തി ഗ്ലാസിനോട് ചേർന്ന ഭാഗത്ത് വയ്ക്കുക. മണൽ നനയ്ക്കുക. വിത്ത് മുളച്ച് വരുന്നത് നിരീക്ഷിക്കൂ. എന്തെല്ലാം മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത്? നിങ്ങളിതുപോലെ ഗ്ലാസ് എടുത്തിട്ട് അതിൽ മണലിട്ടിട്ട് 3-4 പയർ വിത്തുകൾ നട്ടു നോക്കുക. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളത് നിരീക്ഷിക്കണം. ഓക്കെ. വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്നത് ഏത് ഭാഗമായിരിക്കും? വേരാണല്ലേ ആദ്യം മുളച്ചു വരുന്നത്. ആദ്യത്തെ ഇല വരാൻ എത്ര ദിവസം എടുക്കും? അതൊക്കെ നിങ്ങൾ നട്ട് നോക്കിയിട്ട് കണ്ടെത്തേണ്ട കാര്യമാണ് കേട്ടോ. നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ചിത്രം വരച്ചു ചേർക്കൂ. നിങ്ങളെന്താണ് ഈ പരീക്ഷണം ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളുടെ പയറുമണികൾ വളർന്നു വരാൻ എത്ര ദിവസം എടുത്തു, അതിന് ഇല വരാൻ എത്ര ദിവസം എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് എഴുതുകയാണ് വേണ്ടത്. കൂടെ അതിൻ്റെ ചിത്രം വരച്ചു ചേർക്കുകയും വേണം. ഓക്കെ. അടുത്തത് എന്താണ്? ഞാനും എൻ്റെ ചെടിയും. നിങ്ങളുടെ പരിസരത്ത് ഒരു വിത്ത് മുളപ്പിച്ച് വളർത്തി നോക്കൂ. വെളിച്ചമുള്ളിടത്ത് വേണം വിത്ത് നടാൻ. വിത്ത് മുളച്ച് ചെടി വളരുമ്പോൾ ആവശ്യത്തിന് വളവും നൽകണം. സസ്യത്തിൽ കൂടുതൽ ഇലകൾ വരുന്നതും തണ്ട് വളരുന്നതും പൂക്കൾ വിരിയുന്നതും കായ്കൾ ഉണ്ടാകുന്നതിനുമൊക്കെ നിരീക്ഷിക്കണേ. നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു പ്രവർത്തന റിപ്പോർട്ട് ചിത്രസഹിതം തയ്യാറാക്കൂ. അപ്പോൾ നിങ്ങൾ ഒരു വിത്ത് മുളപ്പിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു വിത്ത് മുളപ്പിക്കാൻ വെച്ചിട്ട് അതിൻ്റെ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് പൂർത്തിയാക്കുക. ഓക്കെ. വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ. ഈ കറിവേപ്പിൻ്റെ വേരിൽ നിന്നുണ്ടായ തൈകളാണിവയെല്ലാം. ഇലമുളച്ചിയുടെ തൈകൾ ഇലയിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. ഇവിടെ കറിവേപ്പിൻ്റെ വേരിൽ നിന്നാണ് തൈകൾ ഉണ്ടാവുന്നത് അല്ലേ? അതുപോലെ ഇലമുളച്ചി എന്ന ചെടിയുടെ ഇലയിൽ നിന്നാണ് തൈകൾ ഉണ്ടാവുന്നത്. ഇനിയോ, സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനം വിപുലീകരിക്കുന്നതിനായി സൈറയും കൂട്ടുകാരും ചെത്തി, ചെമ്പരത്തി, നിശാഗന്ധി, റോസ്, മത്തൻ, മാവ്, മുല്ല, കടപ്ലാവ് തുടങ്ങിയവ നടാൻ തീരുമാനിച്ചു. നടുന്ന ഭാഗം അനുസരിച്ച് ഇവ തരംതിരിച്ച് എഴുതുക. ഓരോ ഇനത്തിലും പെട്ട കൂടുതൽ ചെടികൾ കണ്ടെത്തി എഴുതുക. എന്താ പറയുന്നത്? ഇവിടെ വിത്ത്, വേര്, കാണ്ഡം, ഇല എന്നിവ തന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് അവർ ജൈവ വൈവിധ്യോദ്യാനത്തിൽ നടാൻ വെച്ചിരിക്കുന്ന സസ്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. അത് ഏത്
അതിൻ്റെ ഏത് ഭാഗമാണോ നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന് കണ്ടെത്തി ഇവിടെ ചേർത്തി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വിത്ത് ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ്? മാവ്, അതുപോലെ എന്താണ് മത്തൻ അല്ലേ, പിന്നെ അതുപോലെ എന്താണ് പ്ലാവ്. ഇതൊക്കെ നമ്മൾ എന്താണ് കൂടുതൽ കണ്ടെത്തി എഴുതുമെന്ന് എല്ലാം നമുക്ക് എഴുതാം. പുളി, അതുപോലെ പ്ലാവ്, ഇതൊക്കെ നമ്മൾ എന്താണ് പേരയ്ക്ക, ഇതൊക്കെ നമ്മൾ എന്താണ് വിത്തിലൂടെയാണല്ലേ ഉണ്ടാക്കുന്നത്, തൈകൾ ഉണ്ടാക്കുന്നത്. ഇനി വേരിലൂടെ എന്തൊക്കെയാണ്? കടപ്ലാവ്, അതുപോലെ കറിവേപ്പില. നമ്മൾ മുകളിൽ അവൻ പറയുന്ന ആ കുട്ടി പറയുന്നത് നമ്മൾ കേട്ടില്ലേ, വേരിൽ നിന്നാണ് എന്ത് കറിവേപ്പ് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്തത് കാണ്ഡം. കാണ്ഡം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ മുന്നേ പഠിച്ചു അല്ലേ. കാണ്ഡം എന്ന് പറഞ്ഞാൽ തണ്ടിനെയാണ് നമ്മൾ കാണ്ഡം എന്ന് പറയുന്നത് അല്ലേ. തണ്ട് ഉപയോഗിച്ച് തൈകൾ ഉണ്ടാക്കുന്ന ഏതൊക്കെയാണ്? ചെത്തി, ചെമ്പരത്തി, റോസ്, പിന്നെയോ മുല്ല, നിശാഗന്ധി. ഇതൊക്കെ എന്താണ്? കാണ്ഡം ഉപയോഗിച്ച് തൈകൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ. ഇനി ഇല ഉപയോഗിച്ചോ? ഇലമുളച്ചി അല്ലേ. ഇലമുളച്ചി, നിശാഗന്ധി, ഇതൊക്കെ എന്താണ്? നമ്മൾ ഇലകളിലൂടെ തൈകൾ നിർമ്മിക്കുന്നവയാണ് കേട്ടോ. സസ്യഭാഗങ്ങളും ധർമ്മങ്ങളും. സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങൾ? എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമില്ലേ? ഇത് കണ്ടെത്താനായിട്ട് ഇവിടെ ഒരു പരീക്ഷണമുണ്ട്. എന്താ നോക്കിയാലോ. 3 ടെസ്റ്റ് ട്യൂബുകളും എടുത്ത് സ്റ്റാൻഡിൽ വെക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറയ്ക്കുക. വെള്ളത്തിൻ്റെ അളവ് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ജലമില്ലാതെ വെക്കുക. അതെ, 3 ടെസ്റ്റ് ട്യൂബ് എടുക്കണം അല്ലേ. ഒന്നിൽ വെള്ളം നിറയ്ക്കേണ്ടത്, ഒന്നിൽ എന്താണ് ചുവപ്പ് മഷി ചേർത്ത വെള്ളവും, പിന്നെ ഒന്നിൽ വെള്ളമില്ലാതെയും അല്ലേ. എന്നിട്ട് വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുള്ളതുമായ 3 മഷിത്തണ്ടു ചെടികൾ എടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വെച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വയ്ക്കുക. 3 മഷിത്തണ്ട് ചെടികൾ 10 മിനിറ്റ് വെയിലത്ത് വെച്ച ശേഷം പിന്നെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ഈ ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വയ്ക്കണം. ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. എന്ത് മാറ്റമാണ് കാണാൻ കഴിഞ്ഞത്? വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്ത് സംഭവിച്ചു? കാരണം എന്തായിരിക്കും? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിൻ്റെ നിറം മാറിയതെങ്ങനെ? ഇതിൽ വേരിൻ്റെ പങ്കെന്ത്? കണ്ടെത്തലുകൾ പരീക്ഷണക്കുറിപ്പായി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ ചേർക്കൂ. ചിത്രവും വരച്ചു ചേർക്കൂ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷണം ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ടെസ്റ്റ് ട്യൂബുകൾ ഇല്ലെങ്കിൽ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളതിൻ്റെ കണ്ടെത്തലുകൾ എഴുതി ചേർക്കണം. ഓക്കെ. ചെടികൾ അവയ്ക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. ഇത് അവയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന ഭാഗം ആഹാരം ചെടിയുടെ അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വയ്ക്കുന്നു. അത് മറ്റു ജീവജാലങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. ചെടികൾ എന്താണ് ആഹാരം നിർമ്മിക്കുന്നത് എവിടെയാണെന്നാ പറഞ്ഞത്? ഇലകളിലാണ് അല്ലേ. ഇനി ഇവിടെ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? വരച്ച് യോജിപ്പിക്കൂ. എന്താണ്? തണ്ട്, ഇല, വേര് തന്നിട്ടുണ്ട്. അതിൻ്റെ ധർമ്മങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. എന്താണ് തന്നിട്ടുള്ളത്? തണ്ട് വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. അതെന്താണ്? തണ്ടിൻ്റെ ധർമ്മമാണ്. ഇനി ആദ്യത്തെ എന്തായിരുന്നു? സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അതാരാണ് ചെയ്യുന്നത്? വേരാണല്ലേ. മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നു. ആര് ചെയ്യുന്ന കാര്യമാണത്? വേരാണല്ലേ. ഇനി സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു. നമ്മൾ പഠിച്ചു അല്ലേ, ഇലകളിലാണ് അല്ലേ. ഇലയാണ് എന്ത്? സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത്. ഇനി ഇലകളുടെ വൈവിധ്യം. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ ഇലകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ എടുത്തു നോക്കിയിട്ട് അവയുടെ പ്രത്യേകതകൾ ഈ പട്ടികയിലൂടെ പൂർത്തീകരിക്കാനാണ് പറയുന്നത്. ഇവിടെ എന്താ തന്നിട്ടുള്ളത് നോക്കാം. നമ്മൾ തുമ്പയാണല്ലേ. തുമ്പയുടെ ആകൃതി എന്താണ്? നീണ്ടു കൂർത്തത്. മണം എന്താണ്? ഇലയുടെ മണം എന്താണ്? മണമുണ്ട് അല്ലേ. നിറം എന്താണ്? പച്ച. ഇനി അങ്ങനെ നമുക്ക് മാവിൻ്റെ ഇല എടുക്കാം.
മാവ് എന്താണ്? നീണ്ട് കൂർത്തതാണ്. പിന്നെ ആ മാവിൻ്റെ ഇലയ്ക്ക് മണമുണ്ട്, നിറം പച്ച. ഇനി തുളസിയുടെ ഇല വട്ടത്തിൽ, മണമുണ്ട്, പച്ച നിറം അല്ലേ. ഇനി പനിക്കൂർക്ക വട്ടത്തിലാണ്, മണമുണ്ട്, പച്ച നിറമാണ്. പിന്നെ അതുപോലെ നമുക്ക് എന്ത് എഴുതാം? ചീര അല്ലേ, വട്ടത്തിലാണ്, മണമില്ല, നിറം വയലറ്റ്. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയത് എഴുതി നോക്കുക. എന്താണ്? നിറത്തിൽ വ്യത്യാസം, വൈവിധ്യമുണ്ട് അല്ലേ, നിറത്തിൽ വൈവിധ്യമുണ്ട്. പിന്നെയോ മണത്തിൽ വൈവിധ്യമുണ്ട്, അതുപോലെ ആകൃതിയിൽ വൈവിധ്യമുണ്ട്. ഇലകൾ പേപ്പറിന് അടിയിൽ വെച്ച് ക്രയോൺസ് ഉപയോഗിച്ച് പകർത്തി ഇലയുടെ രേഖാചിത്രങ്ങൾ വരയ്ക്കൂ. പാറ്റേണുകൾ നിരീക്ഷിക്കൂ. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഇല എടുത്തിട്ട് ഇവിടെ പറഞ്ഞ പോലെ അത് പേപ്പറിന് അടിയിൽ വെച്ച് ക്രയോൺ ഉപയോഗിച്ച് പകർത്തി വരയ്ക്കുമ്പോൾ അതിൻ്റെ രേഖാചിത്രം കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ ഇലയുടെയും രൂപങ്ങളിലെ അതിൻ്റെ ഇലയുടെ ആകൃതി, അതുപോലെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നോക്കൂ, അടുത്തത് എന്താണ്? ഇലരൂപങ്ങൾ. ഇവിടെ എന്താണ്? ചിത്രത്തിലെ ഇലകൾ കൊണ്ട് എന്താണ്? ഒരു മൂങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു എലിയെ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? തത്തയാണല്ലേ. വിവിധ തരം ഇലകൾ കൊണ്ടുണ്ടാക്കിയ ജീവികളുടെ രൂപങ്ങൾ നോക്കൂ. ഇതുപോലെ നമുക്കും നിർമ്മിക്കാം. ഇതുപോലെ എന്താണ്? പലതരത്തിലുള്ള പല ചെടികളുടെ, സസ്യങ്ങളുടെ ഇലകളൊക്കെ ശേഖരിച്ച് ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. പൂക്കളിലെ വൈവിധ്യം. ഇവിടെ എന്താണ്? തുമ്പയാണല്ലേ. തുമ്പയുടെ ചെടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ തുമ്പ പറയുന്നത്? എൻ്റെ പൂക്കൾ പറിക്കരുതേ. പൂ പറിക്കരുത് എന്ന് ചെടി പറയുന്നത് എന്തുകൊണ്ടാവാം? പൂക്കൾ കൊണ്ട് ആർക്കെല്ലാം എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട് എഴുതൂ. തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു. പിന്നെയോ പക്ഷികൾക്ക് എന്താണ്? പൂ വിരിഞ്ഞിട്ട് എന്തായും? അത് കായയായിട്ട് മാറൂലേ. അങ്ങനെ പൂവ് പറിക്കാതിരുന്നാൽ അത് കായയായിട്ട് മാറിയിട്ട് പക്ഷികൾക്കും മൃഗാദികൾക്ക് എന്താണ്? കായ്ക്കനികൾ ലഭിക്കും. പൂക്കൾ പലവിധം. ഇവിടെ നല്ല ഭംഗിയുള്ള പൂക്കളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. അവിടെ അതിൻ്റെ പേരെഴുതാൻ വിട്ടുപോയിട്ടുണ്ടല്ലേ. എന്താണ് ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത്? റോസിലെ പനിനീർ പൂവാണല്ലേ. രണ്ടാമത്തേതോ കണിക്കൊന്ന. 3 എന്താണ്? മുല്ലപ്പൂവ് അല്ലേ. 4 എന്താണ്? 10 മണിപ്പൂവ്. 5 എന്താണ്? സീനിക എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണല്ലേ. പിന്നെ എന്താണ്? മല്ലികയാണല്ലേ. ഈ പൂക്കളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എന്ത് ഭംഗിയാണ് കാണാൻ അല്ലേ. പല നിറത്തിൽ, പല ആകൃതിയിൽ ആണല്ലേ. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പൂക്കളുടെ പേരുകൾ കണ്ടെത്തി എഴുതൂ. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മളിപ്പോൾ പൂക്കളുടെ പേരുകളൊക്കെ പറഞ്ഞു. മണത്തിലും നിറത്തിലും ആകൃതിയിലുമല്ലാതെ മറ്റേതെല്ലാം തരത്തിൽ ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കൂടുതൽ പൂക്കളെ നിരീക്ഷിച്ച് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ഏതൊക്കെ കാര്യത്തിലുണ്ട്? പൂക്കളിലെ രാവിലെ വിരിഞ്ഞാൽ ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും കൊഴിഞ്ഞു വീഴുന്ന പൂക്കളുണ്ട്, വാടിപ്പോകുന്ന പൂക്കളുണ്ട്. അതുപോലെ ഈ 10 മണിപ്പൂവൊക്കെ കുറച്ച് നേരെ വിരിഞ്ഞ് നിൽക്കുള്ളൂ അല്ലേ. അതുപോലെ മല്ലികയും സീനികയൊക്കെ എന്താണ്? ഒരുപാട് കാലം അല്ലേ പൊഴിയാതെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന പൂക്കളാണല്ലേ. പൂക്കൾ നിലനിൽക്കുന്ന കാലം അല്ലേ ഓരോ പൂക്കൾക്കും ഓരോ സസ്യങ്ങൾക്കും എന്താണ്? ചെടികൾക്കും വ്യത്യസ്തമാണ് അല്ലേ പൂക്കൾ നിലനിൽക്കുന്ന കാലം അല്ലേ. പൂക്കാത്ത സസ്യങ്ങളും. ഇവിടെ കുറച്ച് സസ്യങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ചിത്രത്തിലുള്ള സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കയ്യിലൊക്കെ വെച്ചിട്ടില്ലേ, ഇതിൻ്റെ ഇല കയ്യിലൊക്കെ വെച്ചിട്ട് ഒരു തരത്തിലുള്ള ഒരു പായലാണല്ലേ അത്. പിന്നെയോ ഇവ പൂക്കുന്നവയാണോ? എല്ലാ ചെടികളും പൂക്കുന്നുണ്ടോ അന്വേഷിച്ചറിയൂ. സസ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ വേര്, തണ്ട്, ഇല എന്നിവയാണ്. സസ്യത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂവുണ്ടാകുന്നു. പൂവ് പിന്നീട് കായയായി മാറുന്നു. എല്ലാ ചെടികളും പൂക്കുന്നില്ല. എല്ലാ പൂക്കളും കായയായി മാറുന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, എല്ലാ സസ്യങ്ങളും മരങ്ങളും ഒന്നും എന്ത് ചെയ്യുക? പൂക്കില്ല അല്ലേ. അതുപോലെ എല്ലാ മരത്തിലും പൂക്കൾ ഉണ്ടാകുന്ന സസ്യങ്ങളുടെ പൂക്കളൊക്കെ കായകളായിട്ട് മാറുന്നില്ല. സസ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് എന്ത്? വേര്, തണ്ട്, ഇല. എല്ലാ ചെടികളും എല്ലാ പൂക്കളും കായകളായി മാറുന്നില്ല എന്ന് പറയാൻ കാരണം
ചില പൂക്കൾ എന്താണ് കൊഴിഞ്ഞു വീഴും അല്ലേ? അതിന് പാകമാവുന്നതിന് മുമ്പ് എന്താണ് കൊഴിഞ്ഞ് വാടി വീഴുമ്പോൾ എന്താണ് അവയ്ക്ക് കായ്കളായിട്ട് മാറാൻ പറ്റില്ല അല്ലേ? ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഇത്തരം സസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇവയുടെ പ്രത്യേകതകൾ? ഇവയ്ക്ക് പറയുന്ന പേരാണ് കള്ളിമുൾ ചെടികൾ അല്ലേ? ജലം കുറവുള്ള സ്ഥലങ്ങളിലെ വളരുന്ന ചെടികളെയാണ് നമ്മൾ കള്ളിമുൾ ചെടികൾ എന്ന് പറയുന്നത്. എന്താണ് ഇവയുടെ പ്രത്യേകതകൾ? സംഭരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം, അവര് ശേഖരിക്കുന്ന വെള്ളം ഇവയുടെ തണ്ടുകളിൽ സൂക്ഷിച്ച് ഏറെ കാലം, ഇപ്പോൾ നമുക്ക് വെള്ളമില്ലെങ്കിലും അവ ലഭിക്കുന്ന വെള്ളം അവയുടെ തണ്ടിൽ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് അവർക്ക് വെള്ളമില്ലാതെയും വെള്ളം കിട്ടാതായാലും ജീവിക്കാൻ കഴിയും അല്ലേ? അതാണ് കള്ളിമുൾ ചെടികളുടെ പ്രത്യേകതകൾ. പിന്നെന്താണ്, ഇവയ്ക്ക് ഇലകൾ ഉണ്ടാവില്ല അല്ലേ? ഇലകളില്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് വെള്ളത്തിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ വെള്ളം നഷ്ടമാകുന്ന, ശേഖരിച്ച വെള്ളം നഷ്ടപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. ഇനി എന്താണ് നീലക്കുറിഞ്ഞി? 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവ ഇനം സസ്യം. പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ വാടാതെ നിൽക്കും. നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം നീലക്കുറിഞ്ഞിയാണ്. നീലഗിരി മലകളിലാണ് എന്ത് നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞ പൂവ് പൂക്കുന്നത് അല്ലേ? 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ പൂവ് പൂക്കുള്ളൂ അല്ലേ? ഇതെവിടെയാണ്? നമ്മുടെ ഇരവിക്കുളം, മൂന്നാർ ഇരവിക്കുളം നാഷണൽ പാർക്കിലൊക്കെ എന്താണ് അതിൻ്റെ മലഞ്ചെരുവിലൊക്കെ നീലക്കുറിഞ്ഞി പൂക്കാറുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? സസ്യങ്ങൾ കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനമുണ്ട്? ഇവിടെ എന്താ തന്നിട്ടുള്ളത്? തണൽ നൽകുന്നു. അതുപോലെ നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? ഭക്ഷ്യവസ്തുക്കൾക്കായി ഉപയോഗിക്കാം അല്ലേ? നമ്മൾ ഭക്ഷണത്തിനായിട്ട് സസ്യങ്ങൾ ഉപയോഗിക്കില്ലേ? കായ്ക്കനികളും തണ്ടും ഇലയൊക്കെയാണ് നമ്മൾ ഭക്ഷ്യവസ്തുക്കളായിട്ട് ഉപയോഗിക്കും. പിന്നെയോ ഭൂമിയെ സംരക്ഷിക്കൂലേ? ഒരുപാട് മരങ്ങളും സസ്യങ്ങളും ചെടികളും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഭൂമി നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സസ്യങ്ങളും ചെടികളും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കണം എന്ന് പറയാറുണ്ട് അല്ലേ? ഭൂമിയെ സംരക്ഷിക്കുന്നതിനായിട്ട്. പിന്നെയോ വാസസ്ഥലമായി ഉപയോഗിക്കുന്നു. ചില സസ്യങ്ങളും മരങ്ങളൊക്കെ ജന്തുക്കളുടെയും പക്ഷികളുടെയും പ്രാണികളുടെയും ഒക്കെ എന്താണ് വാസസ്ഥലമാണ് അല്ലേ? സസ്യങ്ങൾ വച്ചുപിടിപ്പിച്ചും സംരക്ഷിച്ചും ഭൂമിയെ ഹരിതഭൂമിയായി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ? അത് നമ്മുടെയൊക്കെ കടമയാണല്ലേ? നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാം? സസ്യങ്ങൾ പിടിപ്പിക്കാം. പിന്നെ അതുപോലെ മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കാതെ അല്ലേ അവയെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് നമുക്ക് ഭൂമിയെ ഹരിതഭൂമിയായിട്ട് നിലനിർത്താൻ കഴിയുകയുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഭൂമിയെ ഹരിതഭൂമിയായി നിലനിർത്തുക എന്നുള്ളത്. ഇനി പ്രവർത്തനമാണ്, വിലയിരുത്താം. 1. ആദ്യത്തെ പ്രവർത്തനം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ പേരുകൾ കണ്ടെത്തി അവ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയെന്ന് എഴുതുക. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി അവ ഉൾപ്പെടുന്ന വിഭാഗത്തിൻ്റെ പ്രത്യേകതകളും എഴുതുക. ഇവിടെ ആദ്യത്തെ ബോക്സിൽ തന്നിട്ടുള്ള സസ്യത്തിൻ്റെ പേരെന്താണ്? തുമ്പയാണ് അല്ലേ? തുമ്പ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഓഷധിയാണല്ലേ? അപ്പോൾ ഓഷധികളിൽ പെടുന്ന മറ്റ് ചെടികൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? തുളസി, വാഴ, മുക്കുറ്റി അല്ലേ? അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ മൃദുവായ തണ്ടാണ്. പിന്നെ കുറച്ചു കാലം നിലനിൽക്കുന്നു. ഇനി അടുത്തത് എന്താണ്? റോസിൻ്റെ ചിത്രമാണ് അല്ലേ? റോസ് ഏതിലാണ് ഉൾപ്പെടുന്നത്? കുറ്റിച്ചെടിയാണ്. കുറ്റിച്ചെടിയിൽ ഉൾപ്പെടുന്ന മറ്റ് ചെടി ഏതൊക്കെയാണ്? ചെമ്പരത്തി, റോസ്, ചെത്തി, മുല്ല എന്നിവ എന്താണ് കുറ്റിച്ചെടികളിൽ ഉൾപ്പെടുന്നവയാണ് അല്ലേ? അതിൻ്റെ പ്രത്യേകത എന്താണ്? കാഠിന്യമുള്ള തണ്ടാണ്, മാസങ്ങൾ നിലനിൽക്കുന്നു. ഇനി അടുത്ത ചിത്രം എന്തിൻ്റെയാണ്? തെങ്ങാണ് അല്ലേ? തെങ്ങ് ഏതിലാണ് ഉൾപ്പെടുന്നത്? മരങ്ങളിലാണ് അല്ലേ? അങ്ങനെ മരങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെ എഴുതായി കൊടുക്കാം നമുക്ക്? മാവ്, പ്ലാവ്, ആൽമരം, അത്തിമരം എന്നിവയൊക്കെ എന്താണ്? മരങ്ങളാണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? വളരെ കാഠിന്യമുള്ളതാണ് അല്ലേ തണ്ട്? പിന്നെയോ അധികം വർഷങ്ങൾ നിലനിൽക്കുന്നു. ഇനി എന്താണ് അടുത്ത പ്രവർത്തനം? രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? പ്രവർത്തനം 2 എന്താണ്? പൂക്കൾക്ക് ഉചിതമായ നിറം നൽകുക. ഇവിടെ എന്തൊക്കെ പൂക്കളാണ് തന്നിട്ടുള്ളത്? ചെമ്പരത്തി, താമര, മുല്ല എന്നിവ തന്നിട്ടുണ്ട് അല്ലേ?
നിങ്ങൾക്ക് ഈ നിറം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ എന്തൊക്കെ നിറമാണ് ഈ പൂക്കൾക്ക് കൊടുക്കുക? ചെമ്പരത്തിക്ക് ചുവപ്പ് നിറം കൊടുക്കാം, താമരയ്ക്ക് റോസ് നിറം കൊടുക്കാം അല്ലേ, മുല്ലപ്പൂവിന് വെള്ള നിറം കൊടുക്കാം അല്ലേ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ നിറം തിരഞ്ഞെടുത്തത്? നമ്മൾ ആ നിറത്തിലാണ് പൂക്കൾ അധികം കാണുന്നത് അല്ലേ. നിങ്ങൾക്ക് ആ രൂപത്തിലാണ്, മുല്ലപ്പൂവിനെ വെള്ള നിറത്തിലാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആ ചെടിക്ക് എന്ത് ചെയ്തത്? വെള്ള നിറം കൊടുത്തത്. നിങ്ങൾക്കറിയാവുന്ന പൂച്ചെടികളെ തരം തിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ താഴെ എന്താണ്, ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിലെ ചെടികളെ നിങ്ങൾ തരംതിരിച്ച് എഴുതാനാണ് പറയുന്നത്. എങ്ങനെയാണ് തരംതിരിക്കേണ്ടത്? ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള ചെടികൾ, പല നിറങ്ങളിൽ പൂക്കളുള്ള ചെടികൾ. അപ്പം എന്താണ് ഒരു നിറത്തിലുള്ളത്? ഏതൊക്കെയാണ്? കണിക്കൊന്ന, മുക്കുറ്റി, തുമ്പ, മുല്ല, സൂര്യകാന്തി ഇവയൊക്കെ എന്താണ് ഒരു നിറത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇനി പല നിറങ്ങളിൽ കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? മന്ദാരം, ചെമ്പരത്തി, ചെത്തി, സീനിയ, മല്ലിക, റോസ്, നിത്യ കല്യാണി ഇതൊക്കെ തുടങ്ങിയത് എന്താണ് പല നിറങ്ങളിൽ അവയുടെ പൂക്കൾ പല നിറങ്ങളിൽ കാണപ്പെടുന്നവയുണ്ട്. ഇനി പ്രവർത്തനം 3 എന്താണ്? നിങ്ങൾ നട്ടു വളർത്തിയ ചെടി ഇപ്പോൾ എത്ര വലുതായി? ചിത്രം വരച്ച ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഈ ചെടി നമുക്ക് മറ്റു ജീവജാലങ്ങൾക്കും എപ്രകാരം പ്രയോജനപ്പെടുന്നു എന്ന് എഴുതുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചെടി നട്ടു വളർത്തിയിട്ടുണ്ടാവൂലേ, അവയെ എത്ര വലിപ്പമായി എന്നുള്ളതിൻ്റെ ഒരു ചിത്രം വരയ്ക്കണം. അപ്പോൾ ഒരു പ്ലാന്റ്, നിങ്ങളൊരു തക്കാളിയാണ് നട്ടിട്ടുള്ളത് എങ്കിൽ ഒരു തക്കാളി തൈയുടെ ഭാഗങ്ങൾ ഏതൊക്കെയായിരിക്കും? ഇതുപോലെയാണല്ലേ. അതുകൊണ്ട് നമുക്കും ജീവജാലങ്ങൾക്കും ഒരു തക്കാളി തൈയാണ് നിങ്ങൾ നട്ടതെങ്കിൽ എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാവും നമുക്ക്? അതിൻ്റെ കായ്ക്കാൻ ഈ തക്കാളി നമുക്ക് എടുക്കാം അല്ലേ. അതുപോലെ എന്താണ് തക്കാളിയുടെ പൂവിൽ എന്താണ് തേനീച്ച വന്ന് തേൻ കുടിക്കും അല്ലേ. ഈ തുടർ പ്രവർത്തനങ്ങളാണ്. തുടർ പ്രവർത്തനത്തിലെ ആദ്യത്തെ പ്രവർത്തനം എന്താണ്? പരിസരത്തുള്ള ഏതെങ്കിലും 5 സസ്യങ്ങൾ കണ്ടെത്തി താഴെ പറയുന്ന വിവരങ്ങൾ ചേർത്ത് ഹരിത കാർഡ് നിർമ്മിക്കുക. എന്താണ്? ഹരിത കാർഡ് നിർമ്മിക്കാനുള്ള പ്രവർത്തനമാണ്. എന്തൊക്കെയാണ് ഹരിത കാർഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ? സസ്യത്തിന്റെ പേര്, ഏത് വിഭാഗത്തിൽപ്പെടുന്നു, അതായത് ഔഷധി, കുറ്റിച്ചെടി, മരം എന്നിവ നമ്മൾ പഠിച്ചുല്ലേ. അതിലേത് വിഭാഗത്തിലാണ് പെടുന്നത്, നടാൻ ഉപയോഗിക്കുന്ന ഭാഗം, ഇലയുടെ പ്രത്യേകതകൾ, പൂവിൻ്റെ പ്രത്യേകതകൾ, കാണ്ഡത്തിൻ്റെ പ്രത്യേകതകൾ എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓരോ സസ്യത്തിൻ്റെയും ഹരിത കാർഡ് നിർമ്മിക്കേണ്ടത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സസ്യത്തിൻ്റെ പേര് മാവ്, ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഏത് വിഭാഗത്തിലാണ്? മരം അല്ലേ. നടാൻ ഉപയോഗിക്കുന്ന ഭാഗം എന്താണ്? വിത്ത് അല്ലേ. പിന്നെയോ ഇലയുടെ പ്രത്യേകതകൾ എന്താണ്? നീണ്ടു കൂർത്തത് അല്ലേ. പിന്നെന്താണ്? മണമുണ്ട് അല്ലേ. പിന്നെ നിറം പച്ച നിറം അല്ലേ. പിന്നെ പൂവിൻ്റെ പ്രത്യേകതകൾ എന്താണ്? കുലകളായിട്ട്, ചെറിയ പൂക്കളാണ്, അതുപോലെ കുലകളായിട്ടാണ് കാണപ്പെടുന്നത്. കാണ്ഡത്തിൻ്റെ പ്രത്യേകതകൾ, കാണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? തണ്ട് അല്ലേ. തണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? വളരെ കാഠിന്യമുള്ളതാണ് അല്ലേ മാവിൻ്റെ തണ്ട്. ഇനി അതിലെ പ്രവർത്തനം 2 എന്താണ്? പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെമ്പരത്തി, റോസ് തുടങ്ങിയ ചെടികൾ കണ്ടിട്ടില്ലേ? ഒരേ ചെടിയുടെ വ്യത്യസ്ത ഇനങ്ങളാണല്ലോ അവ. ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഇനം ചെടികൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ വെച്ചു പിടിപ്പിക്കുക. ചെമ്പരത്തി, റോസൊക്കെ അല്ലേ. റോസ് മഞ്ഞ നിറത്തിലുണ്ട്, എന്താണ് റോസ് നിറത്തിൽ, ചുവപ്പ് നിറത്തിൽ, മഞ്ഞ നിറത്തിൽ, ഓറഞ്ച് നിറത്തിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെമ്പരത്തിയും ഉണ്ട് അല്ലേ. പല നിറങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ. അവയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പരിസര പഠനത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ഹരിതഭൂമിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. നല്ല എളുപ്പമുള്ള ചാപ്റ്ററാണ് അല്ലേ. എന്താണ്? നമ്മുടെ ചുറ്റുള്ള മരങ്ങളും ചെടികളും അവയെക്കുറിച്ച് ആണ് നമ്മൾ പഠിച്ചത്. അവ നമുക്ക് തരുന്ന പ്രയോജനങ്ങൾ, ഓരോ സസ്യങ്ങളുടെ പ്രത്യേകതകൾ ഒക്കെ നമ്മൾ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കി. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലാസ് നല്ലപോലെ കേൾക്കുക, പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.